നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു. അധ്യായം 4. സുജാത കിച്ചണിലേക്ക് പോയപ്പോൾ മധുചന്ദ്രൻ സിറ്റൗട്ടിൽ വന്നിരുന്നു. അവൾ അവനെ കാണുമ്പോൾ താൻ കാണാൻ ചെന്ന കാര്യം പറയില്ലെന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. സുജാത പറയുന്ന അന്തസ്സ് അവനുണ്ടെങ്കിൽ അവളെ മടക്കി അയക്കും. ചിറയ്ക്കൽ കുടുംബക്കാരോട് എതിരിട്ടാലുള്ള ഭവിഷ്യത്ത് അവൻ്റെ അമ്മയ്ക്കറിയാം. അതു മനസ്സിൽ വെച്ച് തന്നെയാണ് അവനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോയത്. ഇനി അവൻ അവളോട് പറഞ്ഞാൽ തന്നെയും താൻ ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാൻ പോകുന്നില്ല. അച്ഛൻ അവനെ ചെന്നു കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്ന് അവൾ പറയും. 2 ദിവസത്തിനുള്ളിൽ മകളുടെ ജീവിത ചിത്രം തെളിയും. ലയ ഉണരുമ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞു. അവൾ എഴുന്നേൽക്കാതെ ബെഡിൽ തന്നെ കിടന്നു. ആകെ മുഷിച്ചിലുണ്ടാക്കുന്ന ഒരു ദിവസമാണിന്ന്. എന്തായാലും അച്ഛനെ ധിക്കരിച്ചു എന്ന് വേണ്ട. ഭവാനിയോട് പറഞ്ഞു തുടങ്ങാനും ഇതൊരു റീസൺ തന്നെ. തനിക്ക് വീട്ടുകാർ വിവാഹം ആലോചിക്കുന്നു. എന്താ ഭവാനിയുടെ അഭിപ്രായം എന്ന് വേണം ആദ്യം ചോദിക്കാൻ. ഇഷ്ടം ഉള്ളിലുണ്ടെങ്കിൽ അത് മുഖത്തു പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അവൾ പതിയെ ചിരിച്ചു. അവിടെ നിന്നു വേണം തുടങ്ങാൻ. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. മോളെ, ലയേ. പുതപ്പു മാറ്റി ലയ എഴുന്നേറ്റു ചെന്നു വാതിൽ തുറന്നു. ചായക്കപ്പുമായി സുജാത വാതിൽക്കൽ നിന്നു. അവർ കുറച്ചു നേരത്തെ എത്തുമെന്ന് രാവിലെ ഇളയച്ചൻ വിളിച്ചു പറഞ്ഞു. വന്നിട്ട് പോകട്ടെ, എത്രയും നേരത്തെയെങ്കിൽ അത്രയും നല്ലത്. കാത്തിരിപ്പിന്റെ മുഷിച്ചിൽ മാറിക്കിട്ടുമല്ലോ. ചായക്കപ്പ് അവൾക്ക് കൊടുക്കവേ സുജാത ആശ്വസിച്ചു. പരാതി ഉണ്ടാവണ്ടെന്ന് കരുതി ഗീത ചേച്ചിയെയും രഘുവേട്ടനെയും വിളിച്ചു വിവരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മധുവേട്ടൻ്റെ ഏട്ടന്മാരോടും അനിയത്തിയോടും വിവരം പറഞ്ഞു. അയ്യോ, അവരൊക്കെ വരുമോ? ലയ അമ്പരന്നു. വിവരം അറിയിക്കുന്നേയുള്ളൂ എന്ന് ഒഴുക്കൻമട്ടില മധുവേട്ടൻ പറഞ്ഞത്. ക്ഷണിച്ചിട്ടില്ല. വരുന്നതും വരാത്തതും അവരുടെ ഇഷ്ടം. നീ റെഡിയായി നിൽക്ക്. ജീവിതത്തിൽ ഒരു പെണ്ണുകാണൽ ചടങ്ങിന് നിന്നു കൊടുത്തതായി ഓർക്കാമല്ലോ. ചിരിച്ചിട്ട് സുജാത തിരിഞ്ഞു നടന്നു. സുജാത താഴെ വരുമ്പോൾ മുറ്റത്ത് കാറിന്റെ ഇരമ്പൽ കേട്ടു. മധുചന്ദ്രൻ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുന്നതറിഞ്ഞ് അവൾ അങ്ങോട്ടു ചെന്നു. കാറിൽ നിന്നിറങ്ങിയത് മധുചന്ദ്രന്റെ ഇളയച്ചൻ ശിവശങ്കരനായിരുന്നു. വെളുത്തിട്ട് കുറുകിത്തടിച്ച ശരീരം, തോളിൽ കസവു കരയുള്ള 2-ാം മുണ്ട്, നരച്ച കുറ്റിത്തലമുടി. അല്പം പോലും കഷണ്ടി ബാധിച്ചിട്ടില്ല. ആ, മറ്റുള്ളവരൊന്നും എത്തിയില്ലേ മോനെ? വരാറായതല്ലേയുള്ളൂ. ഇളയച്ചൻ വരൂ. ശിവശങ്കരൻ സിറ്റൗട്ടിൽ കയറിയിട്ട് സുജാതയെ നോക്കി സ്വർണ്ണ പല്ലുകാട്ടി ചിരിച്ചു. കെങ്കേമൻ ബന്ധമാ വരാൻ പോകുന്നത്. തച്ചോട്ട് കുടുംബക്കാരെന്നു വച്ചാ ആരാ? പണവും പ്രതാപവും മാത്രമല്ലടി മോളെ, സ്വാധീനവും. അതാ എൻ്റെ ഒരൊറ്റ പിടിയില അവർക്കിങ്ങനെ ഒരു താല്പര്യം വന്നു ഭവിച്ചത്. ഇളയച്ചൻ അകത്തേക്ക് വാ, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും ഇപ്പോൾ വേണ്ട. അവരിങ്ങ് എത്തുന്നതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശിവശങ്കരൻ ചെന്ന് സിറ്റൗട്ടിലെ ചാരുകസേരയിൽ ഉപവിഷ്ടനായി. നീ ഇരിക്കടാ മധു. അല്പം അകന്നു മധുചന്ദ്രൻ ഇരുന്നു. മോൾക്ക് എന്താ സ്ത്രീധനമായി കൊടുക്കാൻ നീ ഉദ്ദേശിക്കുന്നത്? മധുചന്ദ്രൻ ഒന്നു പരുങ്ങി. അവർക്ക് ചോദ്യം വല്ലതുമുണ്ടോ ഇളയച്ച? സുജാത ആരാഞ്ഞു. അതുണ്ടാവാതെ ഞാൻ ചോദിക്കുവോ? ശിവശങ്കരൻ 2-ാം മുണ്ടെടുത്ത് ചിരിച്ചു. പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? സ്ത്രീധനം ചോദിക്കുന്നത് ശിക്ഷാർഹമല്ലേ? സുജാതയെ നോക്കി അയാൾ പുച്ഛിച്ചൊന്ന് ചിരിച്ചു. അതെ, അത് നിയമം. പക്ഷേ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധനം ചോദിച്ചും വിലപേശിയും വാങ്ങുന്ന കൂട്ടരിൽ ബഹുഭൂരിപക്ഷവും ആരാ? ഈ പറഞ്ഞ കൂട്ടരു തന്നെ. കുറച്ചുപേർ അതിൽ പെടുന്നില്ലെന്നു കരുതി ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? എത്ര കൊടുത്താലും വേണ്ടൂല. മോൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ മതിയെന്നു പറഞ്ഞു വീട്ടുകാർ നിൽക്കുമ്പോൾ പയ്യൻ കൂട്ടര് വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? അവര് ഡിമാൻഡ് കൂട്ടും. പൊന്നിനും പറമ്പിനും പുറമേ കാറു വേണം, സിറ്റിയിൽ ഫ്ലാറ്റ് വേണം എന്നൊക്കെയാവും പുതിയ ആവശ്യങ്ങൾ. പയ്യന്റെ കൂട്ടര് വില കൂടിയ കാർ
സ്ത്രീധനമായി ചോദിക്കുന്നേയുള്ളൂ. ആ കാർ വാങ്ങി പെണ്ണിൻ്റെ വീട്ടുകാർ കല്യാണ ദിവസം ഓഡിറ്റോറിയത്തിന് മുന്നിൽ കൊണ്ടിട്ട് പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ വണ്ടി ഞങ്ങളുടെ മോൾക്ക് സ്ത്രീധനം കൊടുത്തതാണെന്ന് ഗമ കാണിക്കാൻ. കൊടുക്കാൻ ആള് ക്യൂ നിൽക്കുമ്പോൾ വാങ്ങുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞാലും അവർ നനഞ്ഞിടം കുഴിച്ചോണ്ടിരിക്കും. അല്ല പിന്നെ. ചിരിച്ചുകൊണ്ട് ശിവശങ്കരൻ മുന്നോട്ട് നീങ്ങിയിരുന്നു. ഇപ്പോൾ പെണ്ണുകാണൽ ചടങ്ങുപോലെ കാർ കാണൽ ചടങ്ങുമുണ്ട്. നിങ്ങൾ മോൾക്കൊരു കാർ സ്ത്രീധനമായി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പയ്യനും അവൻ്റെ കൂട്ടുകാരും ഷോറൂമിൽ ചെന്ന് ആ കാർ കാണും. കാറിനു വേണ്ട ആക്സസറികളൊക്കെ അവരാ നിർദ്ദേശിക്കുന്നത്. ഏതു മോഡൽ, വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കും. വണ്ടി പയ്യൻ ഇഷ്ടപ്പെടണം. സ്വർണത്തിൻ്റെ കാര്യത്തിൽ തൂക്കമറിഞ്ഞാൽ മാത്രം മതി. ഏതിനും തൻ്റെ മോൾ ബുദ്ധി കാണിച്ചു എന്ന് സുജാത ഓർത്തു. വിവാഹ കമ്പോളത്തിൽ ചെന്നു നിൽക്കേണ്ട ഗതികേട് അവൾക്കുണ്ടായില്ല. അല്ല ഇളയച്ച, അവരുടെ ഡിമാൻഡ് എന്താ? ജിജ്ഞാസയോടെ മധുചന്ദ്രൻ ചോദിച്ചു. 200 പവനും 1.5 ഏക്കർ റോഡ് സൈഡിലെ ഭൂമിയും 15 ലക്ഷത്തിൻ്റെ കാറും ഒരു കൂട്ടർ പറഞ്ഞതായി പയ്യൻ്റെ അച്ഛൻ ചൂണ്ടയെറിഞ്ഞിട്ടുണ്ട്. പെണ്ണിൻ്റെ പഠിപ്പ് പോരാന്ന് തോന്നിയ അതിൽ നിന്ന് പിന്മാറിയത്. ഇത്രയും പറഞ്ഞാൽ തന്നെ അവരുടെ ഉദ്ദേശം വ്യക്തമല്ലേ? പക്ഷെ അവരുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. അവർ വരുന്നതിന് മുൻപ് ഇക്കാര്യം നിന്നെ അറിയിക്കാനാ ഞാൻ മുൻപേ വന്നത്. എന്താ, ഡിമാൻഡ് അംഗീകരിച്ചൂടെ? ശിവശങ്കരൻ മധുചന്ദ്രനെ ഉറ്റുനോക്കി. പെൺകുട്ടിയെ നല്ല നിലയിൽ പറഞ്ഞുവിടാൻ അത് വേണ്ടതല്ലേ ഇളയച്ച? നാടോടുമ്പോൾ നടുവേ ഓടിയേ പറ്റൂ. 2 കാറുകൾ അകത്തേക്ക് വന്നു. ആ, ബാബുലേനും പ്രസന്നചന്ദ്രനും എത്തി, ശിവശങ്കരൻ പറഞ്ഞു. മധുചന്ദ്രൻ്റെ ഏട്ടന്മാരായിരുന്നു. കാറുകളിൽ നിന്ന് 4 പേർ ഇറങ്ങി. ബാഹുലേയൻ്റെ ഭാര്യ രാജലക്ഷ്മിയും പ്രസന്നൻ്റെ ഭാര്യ ഗായത്രിയും മുൻപേ കയറി വന്നു. ചിരിയോടെ സുജാത അവരെ സ്വീകരിച്ചു. ഗീതയും രഘുവേട്ടനും വരില്ലേ? സുജാതയുടെ തോളിൽ പിടിച്ച് രാജലക്ഷ്മി ചോദിച്ചു. സുജാതയുടെ ചേച്ചിയാണ് ഗീത. ഭർത്താവ് രഘുനാഥ് വക്കീലാണ്. രാജലക്ഷ്മിയും ഗീതയും ഒരേ സ്കൂളിലെ അധ്യാപികമാരാണ്. വരുമെന്നാ പറഞ്ഞത്, നിങ്ങൾ അകത്തുവാ. സുജാത 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. അകത്തു കയറിയ പാടെ ലയയെ കാണാൻ അവർ മുകളിലേക്ക് പോയി. സിറ്റൗട്ടിലേക്കുള്ള ചായയുമായി സുജാത ഡൈനിങ് ഹാളിൽ എത്തുമ്പോൾ ഗീത അകത്തേക്ക് വന്നു. നിനക്കെന്തിൻ്റെ കേടാണടി അവളെ പിടിച്ചു കെട്ടിക്കാൻ? ഗീത ദേഷ്യപ്പെട്ടു. എൻ്റെ ഗീതേച്ചി, ഇത് മധുവേട്ടൻ്റെ ഇളയച്ചൻ ഒപ്പിച്ച പണിയാ. പിന്നെ ഇത് നടക്കാനൊന്നും പോകുന്നില്ല. എന്നോടും മോളോടും പറയാതെ അവരോട് വരാൻ മധുവേട്ടൻ പറഞ്ഞുപോയി. വന്നിട്ട് പോട്ടെ. ഇളയച്ചനെ വെറുപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. പയ്യനെ ഇഷ്ടായില്ലെന്ന് ലയ പറഞ്ഞോളൂ. പുറത്തെ സംസാരം കേട്ടിട്ട് കല്യാണം നടത്തുന്ന മട്ട. ഗീതേച്ചി മുകളിലോട്ട് ചെല്ല, രാജിച്ചേച്ചി അന്വേഷിച്ചു. സുജാത ചായയുമായി സിറ്റൗട്ടിലെത്തി. നമുക്കിത് നടത്തണം മധു. ഭാവിയിൽ സബ് കളക്ടറാകുന്ന പയ്യനാ, ബാഹുലേയൻ പറഞ്ഞു. ജാതകം ഒത്തുകിട്ടിയത് തന്നെ മഹാഭാഗ്യമായിട്ടാ കരുതേണ്ടത്. പ്രസന്നചന്ദ്രൻ അനുകൂലിച്ചു. എല്ലാം കേട്ടിരുന്ന രഘുനാഥ് സുജാതയെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. ഗീതേച്ചിയും രഘുവേട്ടനും ഒട്ടും താല്പര്യമില്ല. പഠിപ്പിനാണ് അവർ പ്രാധാന്യം കാണുന്നത്. അവിടെ നിന്ന് സംസാരം യദുവിലേക്ക് പോയി. ബാഹുലേയനും പ്രസന്നചന്ദ്രനും മധുചന്ദ്രനെ ശകാരിക്കാൻ തുടങ്ങി. അവന് നല്ല വരുമാനം വരുന്നുണ്ടെന്നാണല്ലോ കേട്ടത്. രഘുനാഥ് ഇടപെട്ടു. വക്കീലെ, അതിന് ഒരു ബൈക്കിൽ ഇങ്ങനെ അലഞ്ഞു നടക്കണോ? ഇവിടെ നല്ല ഒരു ബിസിനസ് ചെയ്താൽ പോരെ? ഇതിനു പറയുന്ന പേരാ ഭ്രാന്ത്. അതിനു കൂട്ടുനിൽക്കാൻ തന്തയും. ബാഹുലേയൻ ചൂടുപിടിപ്പിച്ചു. ഗേറ്റിനു മുന്നിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ പ്രത്യക്ഷപ്പെട്ടു. വേഗം കുറച്ചത് അകത്തേക്ക് വന്നു. മഹേന്ദ്രൻ്റെ വണ്ടിയാ. ശിവശങ്കരനും മറ്റുള്ളവരും എഴുന്നേറ്റു. മുറ്റത്തു നിന്ന കാറിൽ നിന്ന് വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച 60-നടുത്തു പ്രായമുള്ള ഒരാൾ ഇറങ്ങി. തലയെടുപ്പും ഗാംഭീര്യവുമുള്ള മുഖം. അല്പം കഷണ്ടി കയറിയിട്ടുണ്ട്. പിന്നിൽ നിന്ന് 50-നടുത്തു പ്രായം വരുന്ന പ്രൗഢയായ സ്ത്രീയും മറുവശത്ത് നിന്ന് ഒരു യുവാവും ഇറങ്ങി. ശിവശങ്കരനും മധുചന്ദ്രനും പുറത്തേക്കിറങ്ങിച്ചെന്ന് സ്വീകരിച്ചു. വീടു കണ്ടെത്താൻ മഹേന്ദ്രന് പ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ? മഹേന്ദ്രൻ ചിരിച്ചു.
ഡ്രൈവർക്ക് ഈ വഴിയൊക്കെ നല്ല നിശ്ചയമുണ്ട് ശങ്കരേട്ടാ. ഇതാണ് പെൺകുട്ടിയുടെ അച്ഛൻ, ശിവശങ്കരൻ പരിചയപ്പെടുത്തി. ഞാൻ മഹേന്ദ്രൻ. മഹേന്ദ്രൻ കൈനീട്ടി. മധുചന്ദ്രൻ കൈ കൊടുത്തു. ഞാൻ മധുചന്ദ്രൻ, AG's ഓഫീസിലാ, സീനിയർ ഓഡിറ്റർ. ഗുഡ്, എല്ലാം ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെയും മകനെയും മഹേന്ദ്രൻ പരിചയപ്പെടുത്തി. വൈഫ് ഹൈമവതി. 3 ആൺമക്കളാ എനിക്ക്. ഇവനാ ഏറ്റവും ഇളയയാൾ. അവനെ കണ്ടപ്പോൾ തന്നെ മധുചന്ദ്രന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഉയരവും തടിയും എല്ലാം കൃത്യം. പൗരുഷമുള്ള മുഖം. ലയയ്ക്ക് നന്നായി ചേരും. എന്താ മോൻ്റെ പേര്? അവൻ ചെറുചിരിയോടെ പറഞ്ഞു. അരുൺ. അടുത്ത ലക്കത്തിൽ കഥ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി വായിച്ചത് പ്രവീണ.